പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പാടിക്കുന്ന് എന്ന സ്ഥലത്ത് കഴിഞ്ഞ 16-ാം തീയതി ഇനോഗ്രേഷൻ ചെയ്തിട്ടുള്ള ഏബിൾ വില്ലേജ് എന്ന പാർക്കിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനോഗ്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് ശ്വേത മേനോനാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് കുന്നിറക്കമുണ്ടെങ്കിലും കഴിയാത്തവർക്കായിട്ട് വണ്ടി സൗകര്യവും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ നിന്നും 3 കിലോമീറ്റർ അകലെയായിട്ട് പാടിക്കുന്ന് എന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഏബിൾ വില്ലേജ് അഗ്രി ഫാം ടൂറിസം എന്നാണ് പാർക്കിൻ്റെ പേര്. ഇവിടെ നിന്നും 200 രൂപ എൻട്രി ഫീസ് കൊടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. മുതിർന്നവർക്ക് 200 രൂപയും 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 100 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തായിട്ട് പഴയ കലാരൂപങ്ങളൊക്കെ കൊടുത്ത് നല്ല അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പിടവും ഒക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് എൻട്രൻസിൽ അവർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗേറ്റ് വഴി നമ്മൾ അകത്തോട്ട് കടക്കണം. അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണിത്. നിറയെ പുഷ്പിച്ച് കിടക്കുന്ന ചെടികളും ഫലവൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ്. ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഈ ഒരു ചെടികളൊക്കെ സെയിലിന് വെച്ചത് കൂടിയാണ് കേട്ടോ. ചെടികളും അതുപോലെ തന്നെ പപ്പായൊക്കെ കണ്ടോ, നല്ല കായ്ച്ച് കിടക്കുന്ന പപ്പായ ഹൈബ്രിഡ് തൈകളാണ്. ചെറിയ തൈയിലാണ് ഈ പപ്പായകളും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കായ്ച്ച് നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവർ സെയിലിന് വെച്ചത് കൂടിയാണ്. അവർ പറിച്ച് വെക്കൊന്നുമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ലൈവായിട്ട് അവർ പറിച്ച് തരുന്നതാണ് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഓഫീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് അവർ പറിച്ച് തരും. അതുപോലെ തന്നെ ചെടികളൊക്കെ ഈ ചട്ടിയോട് കൂടി തന്നെയാണ്, പോട്ടോട് കൂടി തന്നെയാണ് അവർ സെയിലാക്കുന്നത്. കുറഞ്ഞ റേറ്റ് മാത്രമേ ഉള്ളൂ. നല്ല നല്ല ചെടികൾക്കൊക്കെ 250-300 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ വണ്ടിയില്ലാത്തത് കാരണം വാങ്ങിച്ചിട്ടില്ല. കണ്ടോ, ഇതിന് നമ്മൾ താലോപ്പിരി എന്നാണ് പറയുന്നത്. ഇഷ്ടംപോലെ കായ്ച്ച് കിടക്കുന്നുണ്ട്. പല നാട്ടിലും പല പേരിലാണ് അത് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ പെറ്റ് സ്റ്റേഷനാണ്. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു പെറ്റ് സ്റ്റേഷനാണ്. ഇഷ്ടംപോലെ പക്ഷികളും മൃഗങ്ങളും അതുപോലെ എലികളും പൂച്ചയും കുരങ്ങും ഒക്കെ ആയിട്ട് വളരെ വിശാലമായിട്ടുള്ളൊരു പെറ്റ് സ്റ്റേഷൻ കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കി കണ്ടിട്ട് വരാം. ഇതൊക്കെ ആൾക്കാരെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോക്ക് കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പക്ഷികളൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ അത് നമുക്ക് വെക്കാൻ പറ്റൂല, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ കളഞ്ഞിരിക്കുന്നത്.
വളരെ വിശാലമായിട്ടുള്ളൊരു പെറ്റ് സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. പക്ഷേ മുഴുവൻ വീഡിയോയും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവുമല്ലോ. അത് കാരണം പകുതി ഭാഗം മാത്രമേ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള അണ്ടർ വാട്ടർ ടണലും അവർ ഒരുക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. പലതരത്തിലുള്ള വിദേശ മത്സ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി വാട്ടർ ടണൽ തന്നെയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും അവിടുത്തെ കറണ്ട് പോയിരുന്നു. അത് കാരണം ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടെ ലൈറ്റ് ഓഫാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇവിടുത്തെ മുഴുവൻ വർക്കുകളും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും എന്തൊക്കെയോ വരാനുണ്ടെന്നാണ് കേട്ടത്. ഇഷ്ടംപോലെ റൈഡും അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരാനിരിക്കുന്നു എന്നാണ് കേട്ടത്. കുറേ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടേനു. അങ്ങനെ ഫിഷൊക്കെ കണ്ട് പുറത്തിറങ്ങുന്ന സമയത്താണ് ഇവിടെ ഒരു ഐസ്ക്രീം പാർലർ കണ്ടത്. ഐസ്ക്രീമും അതുപോലെ തന്നെ കോലൈസും കോൺ ഐസ്ക്രീമും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു കോൺ ഐസ്ക്രീമാണ് വാങ്ങിയത്. ഞാനും എൻ്റെ 3 ഫ്രണ്ട്സുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഐസ്ക്രീം വേണ്ടവർ ഐസ്ക്രീം വാങ്ങിച്ചു. ഞാൻ കോൺ ഐസ്ക്രീമാണ് മേടിച്ചത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴേക്കുള്ള ഒരു കാഴ്ച കണ്ടോ. ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു വലിയ പാർക്കാണ്. എത്രയോ ഏക്കർ കണക്കിനുള്ള സ്ഥലത്താണ് ഈ ഒരു പാർക്ക് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകൾ വശത്താണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ താഴെ ഭാഗമാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. അത്രയ്ക്ക് ഹൈറ്റിലാണ് നമ്മളുള്ളത്. ഇനി ഇതിലൂടെ കാഴ്ചകളൊക്കെ കണ്ടുപോയി ആ താഴെ ഭാഗത്തു കൂടിയാണ് നമുക്ക് ഈ പാർക്കിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ ഗുഹയാണ്. ഗോസ്റ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒറിജിനൽ അല്ലെങ്കിലും പേടിയാണല്ലോ അതിൻ്റെയൊക്കെ ആ സൗണ്ടും അതുപോലെ
പാമ്പും പുലിയും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് 50 രൂപ പ്രത്യേകം ഫീസ് അടക്കണം. ആ 200 രൂപക്ക് പുറമെ ഇതിനകത്ത് കയറാൻ വേണ്ടി 50 രൂപ ഫീസ് അടക്കണം. അപ്പോൾ അവർ 3 പേരും കയറിയിട്ടുണ്ടേനു. എനിക്ക് പേടി കാരണം കയറിയിട്ടില്ല. അവർ കുറേ നിർബന്ധിച്ചിരുന്നു, പക്ഷെ ഞാൻ കയറിയിട്ടില്ല, എനിക്ക് പേടിയാന്ന്. അപ്പോൾ ഇതിനകത്ത് ഒരു ഇടുങ്ങിയ പാറ എടുക്കാമെന്നാണ് പറഞ്ഞത്. വെളിച്ചമൊന്നുമില്ല. ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് ഇത്രയും വെളിച്ചം കിട്ടിയത് കേട്ടോ. അപ്പോൾ അവർ കയറുന്ന സമയത്ത് ഒരാളുടെ കയ്യിൽ എൻ്റെ മൊബൈൽ കൊടുത്തു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ അരുവിയുണ്ട്, അതുപോലെ പാമ്പും പുലിയും ഗോസ്റ്റും അസ്ഥികൂടങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒറിജിനൽ അല്ലെങ്കിലും കാണുമ്പോൾ പേടിയാവുമല്ലോ. അപ്പോൾ ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെയൊന്നും ഇതിനകത്ത് കയറ്റണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികളെയൊന്നും ഇതിനകത്ത് കയറ്റരുത്. ധൈര്യം ഉണ്ടെങ്കിലും കയറ്റണ്ട കേട്ടോ. ചെറിയ മക്കളെയൊന്നും കയറ്റണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സമയം 2:30 മണിയായിട്ടുണ്ടേനു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വലിയൊരു ഹോട്ടലും ഉണ്ട്. ഇനി നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയെന്ന്. സാധാരണ ചോറും ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടേനു. നമ്മൾ സാധാരണ ചോറ് തന്നെയാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി ചോറ് തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ ഇതുവരെയായിട്ട് പാർക്കിലോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത്. ഇപ്പോൾ പാർക്കിൻ്റെ ഏറ്റവും താഴെ ഭാഗമാണ് നമ്മളുള്ളത്. ഇനി മുകളിലോട്ട് കയറുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കയറുന്ന ഭാഗത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ളൊരു ഷോപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് കുഞ്ഞു പാർക്ക് വരുന്നത്. കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത്. റൈഡും അതുപോലെ തന്നെ ഊഞ്ഞാലും പിന്നെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളൊക്കെ ആണ് ഉള്ളത്. ഈ ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങണമെങ്കിൽ 50 രൂപ ഫീസ് അടക്കണം. ഒരു കുട്ടിക്ക് 50 രൂപ വെച്ചിട്ടാണ്. ഒരു കുട്ടീനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറക്കുന്നുണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് ഫ്രീ ആയിട്ട് കയറാം. അങ്ങനെയാണ്. വലിയവർക്കൊന്നും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റൂല കേട്ടോ. ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ നിറയെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളാണ്. ഇഷ്ടംപോലെ കായ്കളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മുകളിൽ ഇതുപോലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കയറ്റിയത് വള്ളികൾ കയറ്റിയത് കൊണ്ട് തന്നെ അധികം വെയിലൊന്നും തട്ടുന്നില്ല. നല്ല തണലും ഉണ്ട്, അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ വീഡിയോ പുറത്തു നിന്ന് എടുത്തതാണ്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റൂല. അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ചെടികളൊക്കെ കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെജിറ്റബിൾസാണ്. കോളിഫ്ലവർ, കാബേജ്, ഇഷ്ടംപോലെ ചീരയുണ്ട്. അതുപോലെ തന്നെ പാവക്ക ഉണ്ടോ, പാവക്ക വള്ളികളും ഇഷ്ടംപോലെ, കൈപ്പക്ക, പാവക്ക എന്നൊക്കെ പറയും. അതൊക്കെ ഇഷ്ടംപോലെ കായ്ച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ തൈയിലും ഇഷ്ടംപോലെ മുളകൊക്കെ ഉണ്ടേനു. ഇതൊക്കെ ആവശ്യമുള്ളവർക്ക്, ഇത് ജൈവ പച്ചക്കറിയാണ് കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഇവർ ലൈവായിട്ട് പറിച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ വണ്ടിയൊന്നും കൊണ്ട് പോയതല്ല, ബസ്സിന് പോയതായതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പച്ചമുളകൊക്കെ കണ്ടോ നന്നായിട്ട് കായ്ച്ച് കിടക്കുന്നത്. ഇതൊക്കെ ഹൈബ്രിഡ് തൈകളാണെന്നാണ് പറഞ്ഞത്. ജൈവവളം മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയ വെജിറ്റബിൾസാണെന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഈ ഒരു പാർക്ക് കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങാനുള്ള സൗകര്യത്തോടു കൂടി പോയാൽ മതി കേട്ടോ. വണ്ടിയൊക്കെ പിടിച്ച് നല്ല കവറൊക്കെ എടുത്തിട്ട് പോയാൽ മതി. നല്ല ജൈവ പച്ചക്കറികളും ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചെടികളും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി ഇവിടെ നിന്നും നമ്മൾ നേരെ തിരിച്ച് മുകളിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. എൻട്രൻസിലോട്ടാണ് കയറുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട്, റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇഷ്ടം പോലെ ചെടികൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു നഴ്സറി ഉണ്ട്. അവിടെയും നമുക്ക് കയറി നോക്കാം. ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട്. ഫ്ലവറുള്ള ചെടികളും അതുപോലെ റോസ് ചെടികളും ഒക്കെ ആയിട്ട് വളരെ വിശാലമായിട്ടുള്ളൊരു നഴ്സറി കൂടിയുണ്ട്. ഇവിടെ കാളയും കാളവണ്ടിയൊക്കെ കണ്ടോ, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പഴമ നിലനിർത്തുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇഷ്ടംപോലെ കലാരൂപങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു നഴ്സറി കൂടി ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാർക്കിലെ വിശേഷങ്ങൾ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ വളരെ മനോഹരമാണ്. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.